ഡെൻമാർക്കിലെ ഒരു കടൽ തീരത്ത് നിന്ന് 6.6 കോടി വർഷം പഴക്കമുള്ള ഒരു മത്സ്യത്തിന്റെ ഛർദി കണ്ടെത്തിയിരിക്കുകയാണ്. ക്രെറ്റേഷ്യസ് യുഗത്തിൽ ജീവിച്ചിരുന്ന മത്സ്യം കടൽ ലില്ലികളെ ഭക്ഷിച്ച ശേഷം ദഹിക്കാതെ പുറന്തള്ളിയതാണ് ഈ ഛർദി എന്നാണ് ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത്. കടൽ തീരത്ത് കൂടി അശ്രദ്ധമായി നടക്കുമ്പോൾ അസാധാരണമായി എന്തെങ്കിലും കണ്ടാൽ കടൽ തീരം മാലിന്യം കൊണ്ട് നിറഞ്ഞല്ലോ എന്ന് പരാതിയായിരിക്കും നമുക്ക്. എന്നാൽ അത്തരമൊരു കാഴ്ച ഡെൻമാർക്ക് സ്വദേശിയും അമച്വർ ഫോസിൽ ഹണ്ടറുമായ പീറ്റർ ബെന്നിക്കിനെ സംശയാലുവാക്കുകയായിരുന്നു. യുനെസ്കോ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഡെൻമാർക്കിലെ സീലാൻഡ് ദ്വീപിലെ സ്റ്റെവൻസ് പാറക്കെട്ടുകൾക്ക് സമീപത്തുകൂടി അദ്ദേഹം പതിവ് നടത്തത്തിന് ഇറങ്ങിയപ്പോഴാണ് അസാധാരണമായി ഇക്കാര്യം കണ്ടെത്തിയത്. പരിശോധനയിൽ അതിൽ എന്തോ പ്രത്യേകത ഉള്ളതായി അദ്ദേഹത്തിന് തോന്നുകയും ഉടൻ തന്നെ അതിൽ നിന്ന് അല്പം ശേഖരിച്ച് അത് ഈസ്റ്റ് സീലാൻഡ് മ്യൂസിയത്തിൽ എത്തിച്ച് പരിശോധിക്കുകയും ചെയ്തു. പരിശോധനയിൽ കണ്ടെത്തിയത് അതുവരെ കണ്ടെത്തിയിട്ടില്ലാത്ത ഒന്നായിരുന്നു. 6,60,00,000 വർഷം മുമ്പ് ജീവിച്ചിരുന്ന ഒരു മത്സ്യം ദഹിക്കാതെ പുറന്തള്ളിയ ഛർദിയായിരുന്നു അത്. ഒപ്പം ചുണ്ണാമ്പ് മിശ്രിതം പോലൊന്നും കണ്ടെത്തി. അന്ന് കരയിൽ കൂറ്റൻ ദിനോസറുകൾ അടക്കി വാണപ്പോൾ കടലിൽ ജീവിച്ചിരുന്ന ഒരു മത്സ്യം കടൽ ലില്ലി എന്നറിയപ്പെടുന്ന ജീവിയെ കഴിച്ച ശേഷം ദഹിക്കാതെ പുറന്തള്ളിയ ഛർദിയായിരുന്നു അത്. രണ്ടിനും കടൽ ലില്ലികളെ മത്സ്യം അകത്താക്കിയിരുന്നുവെന്നും ഇത് ദഹിക്കാതെ വന്നപ്പോൾ പുറന്തള്ളിയ ഛർദിയാണിതെന്നും മ്യൂസിയത്തിൽ നടത്തിയ വിദഗ്ധ പരിശോധനയിൽ ഗവേഷകർ കണ്ടെത്തി. 14 കോടി മുതൽ 6 കോടി വരെ വർഷം മുൻപ് നിലനിന്നിരുന്ന ക്രെറ്റേഷ്യസ് യുഗത്തിൽ നിന്നുള്ളതായിരുന്നു ആ ഛർദി. ടൈറനോസോറസ്, ടൈറസോടോപ്സ് തുടങ്ങിയ ഭീമാകാരമായ ദിനോസറുകൾ ഭൂമി അടക്കി ഭരിച്ച കാലഘട്ടം കൂടിയായിരുന്നു അത്. ഇത്തരത്തിലെ പുതിയ കണ്ടെത്തൽ അക്കാലത്തെ ജീവിവർഗങ്ങളുടെ ഭക്ഷണക്രമത്തെക്കുറിച്ച് പുതിയ അറിവുകളിലേക്ക് എത്തിച്ചേരാൻ സഹായിക്കുമെന്ന് ഗവേഷകർ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നുണ്ട്. കോടിക്കണക്കിന് വർഷം മുൻപ് ഭൂമിയിൽ നിലനിന്നിരുന്ന ജൈവ പ്രപഞ്ചത്തിലേക്ക് വെളിച്ചം വീശാനും ഈ പുതിയ കണ്ടെത്തൽ സഹായിക്കുമെന്ന് ഈസ്റ്റ് സീലാൻഡ് മ്യൂസിയം പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ പറയുന്നുണ്ട്. പൗരാണിക കാലത്തെ ഭക്ഷ്യശൃംഖലയെക്കുറിച്ച് പുതിയ അറിവ് തരുന്ന തികച്ചും അസാധാരണമായ ഒരു കണ്ടെത്തലാണ് അതെന്ന് പാലിയറോളജിസ്റ്റ് ജെസ്പർ മില്ലനും അഭിപ്രായപ്പെടുന്നുണ്ട്. ഇത് സംബന്ധിച്ച് കൂടുതൽ നിരീക്ഷണങ്ങൾ നേച്ചർ മാഗസിനിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്.